ഹായ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറേ ആയി ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. നോർമൽ ഡേയ്സിനെ പോലെയാണ് ഇപ്പം പോവാറുള്ളത്. ക്ലാസ്സും എക്സാമൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം മൺഡേ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരം വൈകിട്ടൊക്കെയാണ് നീച്ചത്. പിന്നെ പോയി ചായ കുടിച്ചു. പിന്നെ ഈ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോയും കൂടെയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് മൊത്തമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം വിചാരിക്കുന്നുണ്ട്. കാരണം റൂമൊക്കെ കുറച്ച് മെസ്സൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഡെസ്കൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ പുതിയ ഡെസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുന്നത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ഡെസ്ക് വാങ്ങിയിട്ട് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു ഡെസ്ക് ഇനി സെറ്റപ്പൊക്കെ ചെയ്ത് വരണം. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ക്ലീനിങ് ആയതുകൊണ്ട് വല്ലാതെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ എടുക്കുന്നത് ഇത് നൈറ്റൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബാൽക്കണിയിലുള്ള പ്ലാന്റൊക്കെ നനച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് നനച്ചൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻ്റെ കോളേജിൽ സെൽഫ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു പേജിൻ്റെ ഇതിൽ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ 3 ദിവസമായിരുന്നു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ദിവസവും ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങൊക്കെയാണ് ഇന്ന് കണ്ടത്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് എടുത്ത് വെക്കാണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. കുറേ ക്രാഫ്റ്റ് സാധനങ്ങളാണ് ഓർഗനൈസ് ചെയ്യാൻ പാടുപെട്ടത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറേ സാധനങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ അവിടെ എത്തിയിട്ടും ഞാൻ രണ്ടാമതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും കൂടെ കൂട്ടിയിട്ട് ആകെ 4 സാധനങ്ങളാണ് എനിക്ക് റിട്ടേൺ ഇങ്ങോട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിൽ ഫസ്റ്റ് ഈ ഒരു 3 ബൊക്കെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഫ്ലവേഴ്സിൻ്റെ ചെറിയ മോഡലാണ്. അപ്പോൾ ഇത്രയും സാധനമായിരുന്നു ബാക്കി വന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ടായിരുന്നു ഞാൻ ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 12-13 ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൽ ഈ ഒരു 3 ബൊക്കെയാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബൊക്ക എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ സ്റ്റാളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബാസ്ക്കറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലിനി പെൻസിൽ അങ്ങനത്തെയൊക്കെ ഇട്ട് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് മേടിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കളർ നോക്കി എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ 2026 വിഷൻ ബോർഡായിരുന്നു ഇത്. അപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാളിൻ്റെ ഫോട്ടോ. പക്ഷെ അതെനിക്ക് വേണമെന്ന് ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് ആഗ്രഹിച്ചില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ 2026 സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ആം സോ ഹാപ്പി. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നല്ല. പെട്ടെന്നൊന്ന് ചെയ്താലോ എന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് എടുത്ത ക്ലിപ്പായിരുന്നു. അപ്പം ഇതെന്തായാലും മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ജേർണൽ ചെയ്യാമെന്ന്. അപ്പം ഈ ഒരു ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഇങ്ങനെ സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അങ്ങനെ എഴുതിയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ സെയിൽ ചെയ്തതെന്ന് വെച്ചാൽ കീ ചെയിൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സും ടൂലിപ്പ് അങ്ങനെയൊക്കെ വരുന്ന കീ ചെയിൻസ് അത്യാവശ്യം സെയിലുണ്ടായിരുന്നു. പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഓരോരുത്തർ മേടിക്കാൻ വരുമ്പോഴും അതേപോലെ തന്നെ പ്രോഗ്രാം കണ്ടൻറ് ചെയ്യാൻ വരുന്നവരൊക്കെ അത്യാവശ്യം നല്ലോണം പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ മുന്നേ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാവും സെയിൽ ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ ആ മൊമെൻ്റൊക്കെ നല്ല മെമ്മറിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ജേർണലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സജഷൻ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.